മേശപ്പുറത്ത് വ്യത്യസ്ത ഉയരങ്ങളിലുള്ള 3 മെഴുകുതിരികൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ചെറിയ മെഴുകുതിരി, ഇത് കുറെ കൂടി വലുത്, ഇത് ഏറ്റവും വലുത്. ഇവ 3ഉം കത്തിച്ച ശേഷം ഈ ജാറ് കൊണ്ട് മൂടിയാൽ ഏത് മെഴുകുതിരിയാകും ആദ്യം അണയുക, ഏതാകും അവസാനം അണയുക? നിങ്ങളുടെ ഊഹം മനസ്സിൽ രൂപപ്പെടുത്തൂ. നമുക്ക് പരീക്ഷണം ചെയ്തു നോക്കാം. ഇതാ ഞാൻ ജാർ കൊണ്ട് മൂടുകയാണ്. നിങ്ങൾ നിരീക്ഷിക്കുക. വലിയ മെഴുകുതിരി ആദ്യം അണഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ മെഴുകുതിരി അണഞ്ഞു. മൂന്നാമത്തെ മെഴുകുതിരിയും അണഞ്ഞു. എന്താണ് ഇവ 3ഉം വ്യത്യസ്ത സമയങ്ങളിൽ അണയാൻ കാരണം? കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്നത് കൊണ്ട് അതിന്റെ താപനില കൂടുതലായിരിക്കും. താപനില കൂടുതലുള്ളത് കൊണ്ട് അത് വികസിച്ച് മുകളിലേക്ക് ഉയരും. അതുകൊണ്ട് ഈ ജാറിന്റെ മുകൾ ഭാഗത്താണ് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം നിറയുക. പതുക്കെ പതുക്കെ കാർബൺ ഡൈ ഓക്സൈഡ് താഴേക്ക് വരുന്നു. അതുകൊണ്ട് ഉയരം കൂടിയ മെഴുകുതിരി ആദ്യം അണയുന്നു. ഏറ്റവും താഴേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അവസാനം എത്തുന്നത് കൊണ്ട് ഉയരം കുറഞ്ഞ മെഴുകുതിരി അവസാനം അണയുന്നു.